കഴിഞ്ഞ 27-ലധികം വർഷമായി ക്രിസ്തു മക്കളെ, ബൈബിൾ പ്രവർത്തകരെ കടന്ന് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിട്ടുണ്ട്. ഗുജറാത്തിലെ ഡാങ് ഡിസ്ട്രിക്റ്റിൽ 1997 തുടങ്ങിയത് പിന്നീട് നാം കാണുന്നത് ഗ്രഹാം സ്റ്റെയിൻസിന്റെയും മക്കളുടെയും ചുട്ടരിക്കലാണ് അവസാനിക്കുന്നത്. പിന്നെയും അത് തുടർന്നു. 2008 വലിയ താണ്ഡവമാണ്, അക്രമമാണ് ഡാങ് ഡിസ്ട്രിക്റ്റിൽ നാം കണ്ടു. മാത്രമല്ല നാം ഒറീസയിലെ കാന്നുമേൽ പിന്നെയും ആക്രമണങ്ങൾ വർദ്ധിച്ചു വന്ന് കഴിഞ്ഞ 10 വർഷമായി 2014 ഒരു ദിവസം 2 ക്രൈസ്തവരാണ് ആക്രമിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് 2025 5 ക്രൈസ്തവ സമൂഹങ്ങളെ ഓരോ ദിവസവും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ സങ്കടകരമാണ്. എന്താണ് ചെയ്യുന്നത്? ഒരു സഭാ ഹാളിൽ, ഒരു പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ ചില കൂട്ടർ ചേർന്ന് വരുന്നു, ആക്രമിക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു, അടിക്കുന്നു. അവസാനം അവർ തന്നെ പോലീസിൽ പരാതിപ്പെട്ടിട്ട് പോലീസ് വന്നിട്ട് ആ പള്ളിയിലെ, സഭയിലെ വിശ്വാസികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ, പ്രായമായവർ ഉൾപ്പെടെ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. തുടർന്ന് ജാമ്യവുമില്ല, വിത്തൗട്ട് ട്രയൽ ആൻഡ് വിത്തൗട്ട് ബെയിൽ അവരെ ജയിലിലാക്കുകയാണ്. ഇതെന്തൊരു പ്രതിഭാസമാണ്! ഏത് മതവും വിശ്വസിക്കുന്നതിനും പ്രയോഗത്തിൽ വരുത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പൗരനുമുണ്ട്. ആ ഓരോ പൗരന്റെ അവകാശം നമ്മുടെ മഹത്തായ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകുന്നുണ്ട്. ഇതാണ് നമ്മുടെ മഹത്തായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 1947 ശേഷം ഇവിടെ പ്രയോഗത്തിൽ വന്ന ഈ ഭരണഘടന അത്യുത്തമമാണ്. ആർട്ടിക്കിൾ 19 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിൾസ് ഓരോ പൗരനും അവന് എന്ത് വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുകയാണ്.